നിങ്ങൾക്ക് അനുയോജ്യമായ എക്സ്ക്ലൂസീവ് ഡിസൈൻ കണ്ടെത്താൻ ഞങ്ങളുടെ ജ്വല്ലറി കൺസൾട്ടന്റിനെ വിളിക്കൂ. പ്രേംദീപ് ജ്വൽസ്, ദ ബിഗ്ഗസ്റ്റ് ബുട്ടീക് ജ്വല്ലറി ഇൻ പാലക്കാട്. ആചാരങ്ങൾ കൈവിടാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ ദേവസ്വങ്ങളുടെ തീരുമാനം. തൃശൂർ പൂരം എല്ലാ ആചാരങ്ങളോടെയും നടത്താൻ സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ തീരുമാനം. ഇന്നലെ രാത്രി ചേർന്ന യോഗങ്ങളിൽ ഇക്കാര്യം അംഗീകരിച്ചു. ഇക്കാര്യം ഇന്ന് ചേരുന്ന സർക്കാരിന്റെയും ദേവസ്വങ്ങളുടെയും സംയുക്ത യോഗം ചർച്ച ചെയ്ത ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. കലക്ടറേറ്റിൽ രാവിലെ 10:30 യോഗം. കുടമാറ്റവും ഇലഞ്ഞിത്തറമേളവും അടക്കമുള്ള ആചാരങ്ങളോടെ പൂരം നടത്താനാണ് പാറമേക്കാവ് ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. 2006 വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോൾ വെടിക്കെട്ട് ഒഴിവാക്കിയിരുന്നു. കോവിഡ് കാലത്തും വെടിക്കെട്ട് നടത്തിയിരുന്നില്ല. ആചാരപരമായി പൂരം നടത്തണമെന്നാണ് ദേവസ്വം കമ്മിറ്റിയുടെ വികാരമെന്ന് പാറമേക്കാവ് സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. വെടിക്കെട്ട് ഉപേക്ഷിച്ചതായും തിരുവമ്പാടിയും അറിയിച്ചു. 24 വരെ ദുഃഖാചരണമാണ്. പന്തലിൽ വൈദ്യുത അലങ്കാരം ഉണ്ടാകില്ല. 25 ചമയ പ്രദർശനം ഉണ്ടാകുമെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി വ്യക്തമാക്കി. Carry out all ceremonial processions as what is customary for the Tiruvambadi Bhagavati. Thereafter, we will be celebrating at a low scale what the routine is. This is our decision, which will be conveyed to Paramekav Devasam, all other Devasams, and in the meeting tomorrow at 10:30, this is what will be conveyed. പാലക്കാട് സൂക്ഷിച്ചിരിക്കുന്ന പാറമേക്കാവിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ ഘട്ടം ഘട്ടമായി പൊട്ടിച്ചു തീർക്കേണ്ടി വരും. അത് തൃശൂരിലേക്ക് കൊണ്ടുവന്നേക്കില്ല. ഔദ്യോഗികമായി ഇതുവരെ 14 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ശരീരാവശിഷ്ടങ്ങൾ കൂടുതൽ പരിശോധന നടത്തിയ ശേഷമേ മറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവൂ.